പരിശുദ്ധാത്മാവ് വന്നാലും നഷ്ടപ്പെട്ടാലും എന്ത് സംഭവിക്കും? എങ്ങനെ ആത്മാവിനെ സ്വന്തമാക്കാം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹാകാലം 7-ാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 20 വരെയും 25ഉം 26ഉം വാക്യങ്ങളാണ്. സ്ലീഹാകാലം അവസാനത്തെ ഞായറാഴ്ചയാണിത്. ഇന്നത്തെ വായനകളൊക്കെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മാവ് പന്തക്കൊസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ് ഈ സ്ലീഹാകാലം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ കാലം അവസാനിക്കുകയാണ്. ആദ്യ വായനയിൽ സംഖ്യയുടെ പുസ്തകത്തിൽ മോശയിലുള്ള ആത്മാവിൻ്റെ ചൈതന്യം 70 നേതാക്കന്മാർക്ക് പകർന്നു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. രണ്ടാം വായനയിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സാവുൽ രാജാവിനെ വിട്ടുപോകുന്ന കാര്യവും അവൻ ദുരാത്മാവിനാൽ അസ്വസ്ഥനാകുന്ന കാര്യവും വിവരിക്കുന്നു. ലേഖനത്തിൽ പൗലോസ് ലീഗ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വളരെ വിശദമായി വിവരിക്കുന്നു. ജഡത്തിൻ്റെ തിന്മകളെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് സുവിശേഷ ഭാഗം. ഇവിടെ യോഹന്നാൻ സ്ലീഹ ഈശോ ശിഷ്യന്മാർക്ക് ആത്മാവിനെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് വിവരിക്കുന്നത്. അന്ത്യത്താഴത്തിന് ശേഷം ഈശോ നടത്തുന്ന ദീർഘമായ സംഭാഷണത്തിൽ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഒന്നാമതായി, ആത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നാൽ എന്ത് മാറ്റം നമുക്ക് സംഭവിക്കുമെന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവും. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് സ്ലീഹന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കേവലം ഒരു സ്ത്രീയുടെ മുമ്പിൽ പതറിപ്പോയ പത്രോസ് സ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അനേകം പേരോട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അന്ന് ആ സ്ത്രീയുടെ മുമ്പിൽ എനിക്ക് ആ മനുഷ്യനെ അറിയില്ല എന്ന് പറഞ്ഞ വ്യക്തി ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് ജനങ്ങളുടെ മുമ്പിൽ ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് തയ്യാറായി. അതുപോലെ തന്നെ മറ്റ് സ്ലീഹന്മാരും ശക്തരും തീഷ്ണതയുള്ളവരുമായി. കാരണം അത് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞാൽ സംഭവിക്കുന്ന മാറ്റമാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. രണ്ടാമതായിട്ട്, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ കോറിയിടേണ്ടത് നല്ലതാണ്. സാവുളിൻ്റെ അനുഭവം നമുക്കറിയാം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അഭിഷിക്തനാണ്. ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലും ദൈവജനത്തിൻ്റെ മുമ്പിലും തിരസ്കരിക്കപ്പെടുകയാണ്. ആത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും വിലയില്ലാത്തവരായിട്ട് മാറും. സാംസന്റെ ജീവിതത്തിലും സർവശക്തിയുള്ള ഒരു വ്യക്തിയായാണ് സാംസനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുക. പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ കേവലം ഒരു പയ്യൻ്റെ ബലം പോലും ആ സാംസന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആത്മാവ് നഷ്ടപ്പെട്ടവൻ എല്ലാവരാലും ബലഹീനരായിത്തീരുന്നു. അതുകൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിൽ ഉയരേണ്ട ചോദ്യമാണ്, എങ്ങനെ ആത്മാവിനെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന്. അതിനുള്ള വഴികളാണ് ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളത്. മാമോദീസായിലൂടെ നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നുണ്ട്. സ്ഥൈര്യലേപനം ആത്മാവിനാൽ നിറയപ്പെടുകയാണ് നമ്മൾ. എല്ലാ വർഷവും ദുഃഖ ശനിയാഴ്ച നമ്മൾ ഈ മാമോദീസ വ്രതം നവീകരിക്കുന്നുണ്ട്. അതായത് ആത്മാവിൽ വീണ്ടും നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുക. ആത്മാവ് നിറഞ്ഞ വ്യക്തി എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അഗസ്തിനോസ് പുണ്യവാൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവ് അദ്ദേഹത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും അദ്ദേഹം മാറ്റിവെച്ചു. എല്ലാം പോസിറ്റീവായി. ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതം തന്നെ മാറുമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവ് നിറയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് ലോകം എന്ന വാക്ക് കാണുവാനായിട്ട് സാധിക്കും.
ലോകമെന്ന് പറയുന്നത് ഈശോയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിയുവാനും തൽഫലമായി ഈശോയിൽ വിശ്വസിക്കുവാനും കഴിയാതെ പോയ ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് ലോകത്തിൽ പൊതുവെയുള്ള അരൂപിയുടെ പ്രവർത്തനത്തെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസികളുടെ സമൂഹമായ സഭയിലുള്ള അരൂപിയുടെ പ്രവർത്തന സാന്നിധ്യത്തെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. സഹായകനെന്നും സത്യാത്മാവ് എന്നും വിശേഷിക്കപ്പെടുന്നതുകൊണ്ട് ഇവിടെ സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ് സൂചിപ്പിക്കുക. സഭയിലുള്ള അരൂപിയുടെ ഈ പ്രവർത്തന സാന്നിധ്യം നിത്യമായ ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 തിരുവചനം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുമെന്ന്. സ്നേഹമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള വ്യവസ്ഥ. സ്നേഹം പ്രായോഗികമാക്കുന്നത് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൽപ്പന പാലിക്കുമ്പോഴാണ്. അങ്ങനെ സ്നേഹിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യം വചനമായ ഈശോയും. സത്യമാകുന്ന ഈശോയുടെ ആത്മാവാണിത്. ഈശോയിൽ വിശ്വസിക്കുന്നവരെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ജീവിതമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. വചനത്തെ ശാംശീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ്. വചനം സ്വീകരിച്ച് പ്രത്യുദ്ധരിക്കുന്നതാണല്ലോ വിശ്വാസം എന്ന് പറയുക. ആത്മാവിലുള്ള ഈശോയുടെ സാന്നിധ്യമാണ് പന്തക്കൊസ്തയിലുണ്ടായത്. യഥാർത്ഥത്തിൽ ഈശോ തിരിച്ചു വന്ന അനുഭവമാണ് പന്തക്കൊസ്ത അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആത്മാവിനെ, അതായത് ആ ക്രിസ്തുവിനെ നമുക്കും ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.